പശ്ചിമ ബംഗാളിൽ അധികാരമേറ്റതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രിയപ്പെട്ട പദ്ധതിയായിരുന്ന വിശ്വ ബംഗ്ല ലോഗോ നീക്കം ചെയ്യാൻ ഒരു നിർണായകമായ ഒരു നീക്കം ഇപ്പോൾ ബി.ജെ.പി. സർക്കാർ, അതായത് സുവേന്ദു അധികാരി ഔദ്യോഗികമായി തന്നെ നടപടി തുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ സർക്കാർ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പൊതു അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്നും ഈ ലോഗോ മാറ്റി പകരം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭം സ്ഥാപിക്കാനാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നിർണായകമായ തീരുമാനം. റീബ്രാൻഡിംഗിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പ്രധാന ഇടങ്ങളിലെല്ലാം മാറ്റങ്ങൾ ഇപ്പോൾ പ്രകടനമാണ്. സ്റ്റേഡിയത്തിലെ പ്രധാന സൈഡുകളിലും അതോടൊപ്പം തന്നെ പ്രധാന സ്റ്റേജുകളിലും നിന്നും വിശ്വ ബംഗ്ല ലോഗോ മാറ്റി പകരം അശോക സ്തംഭം സ്ഥാപിച്ചിരിക്കുകയാണ്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയം, ഈഗ്യ ബംഗ്ല പോർട്ടൽ, മില്യൺ മേള ടവർ, മറ്റ് സർക്കാർ വെബ്സൈറ്റുകൾ കൂടാതെ ഔദ്യോഗിക രേഖകൾ എന്നിവയിലെല്ലാം ലോഗോ ഇതിനകം തന്നെ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. വെള്ള പശ്ചാത്തലത്തിൽ അശോക സ്തംഭവും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ചിത്രവുമാണ് ഇപ്പോൾ പോർട്ടലിൽ ഉള്ളത്. ഒരു വ്യക്തി രൂപകൽപ്പന ചെയ്ത ലോഗോയ്ക്ക് പകരം സർക്കാർ സ്ഥാപനങ്ങളിൽ ദേശീയ ചിഹ്നം ഉപയോഗിക്കുന്നതാണ് ഉചിതമെന്ന് പുതിയ സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. തൃണമൂൽ ഭരണകാലത്തെ വെള്ളയും നീലയും നിറങ്ങൾക്ക് പകരം കാവി നിറത്തിലുള്ള ഗ്രാഫിക്സുകളാണ് സർക്കാർ വെബ്സൈറ്റുകളിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2013 സെപ്റ്റംബർ 16 മമതാ ബാനർജി ബംഗാളിന്റെ സാംസ്കാരിക വ്യക്തിത്വത്തിന്റെ പ്രതീകമായി വിശ്വ ബംഗ്ല ബ്രാൻഡ് അവതരിപ്പിച്ചത്. ബംഗാളി അക്ഷരമായ ബ അതിനെ ആസ്പദമാക്കി രൂപകൽപ്പന ചെയ്ത ഈ ലോഗോയ്ക്ക് റോയൽറ്റി ഈടാനാകാതെ സർക്കാർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ താൻ അനുമതി നൽകിയെന്നാണ് മമതാ ബാനർജി മുമ്പ് നിയമസഭയിൽ വ്യക്തമാക്കിയത്. മുമ്പ് ആകാശനീല പശ്ചാത്തലമുണ്ടായിരുന്ന ഈഗ്യ ബംഗ്ല പോർട്ടലിൽ ഇപ്പോൾ അശോക ചിഹ്നമുള്ള വെളുത്ത പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് താഴെ ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ചിത്രവുമുണ്ട്. ഈ സർവീസ്, ബിസിനസ്, ടൂറിസം, വ്യവസായം, കൃഷി തുടങ്ങിയ വകുപ്പുകളുടെ ലോഗോകൾ ഹോം പേജിൽ കാവി നിറത്തിലാണ് ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി സൃഷ്ടിച്ച ലോഗോയ്ക്ക് യാതൊരു പങ്കുമില്ലെന്നും അശോക ചിഹ്നം സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന ചിഹ്നമാണെന്നും ബി.ജെ.പി. വ്യക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ പരമ്പരാഗത കലകളെയും കരകൗശല വസ്തുക്കളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് വിശ്വ ബംഗ്ല ലോഗോ ഉപയോഗിച്ചിട്ടുള്ളത്. 2017 ഈ ഒരു ലോഗോയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകൾ തന്നെ പശ്ചിമ ബംഗാളിൽ നടന്നത്. ലോഗോയുടെ ഉടമസ്ഥാവകാശം അഭിഷേക് ബാനർജിക്കാണെന്നും റോയ് പറയുന്നുണ്ട്. ഒരു വ്യക്തി രൂപകൽപ്പന ചെയ്ത ലോഗോ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ഐഡന്റിറ്റിയായി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ബി.ജെ.പി. നേതൃത്വം പറയുന്നത്. ദേശീയ ചിഹ്നമായ അശോക സ്തംഭമാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു അടയാളമെന്നും ബി.ജെ.പി. വ്യക്തമായി പറയുന്നുണ്ട്. ഏതാണ്ട് 13 വർഷത്തോളം ബംഗാളിന്റെ പൊതുമുഖമായിരുന്ന വിശ്വ ബംഗ്ല ചിഹ്നം അപ്രതീക്ഷിതമാകുന്നത് സംസ്ഥാനത്തെ ഭരണപരമായ ശൈലിയിലും രാഷ്ട്രീയത്തിലും വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നതിന്റെ ഒരു പ്രതീകമായാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ ഇത്രയും വർഷത്തോളം, അതായത് 10-15 വർഷത്തോളമായി പശ്ചിമ ബംഗാൾ അടക്കി ഭരിച്ചിരുന്ന മമതാ ബാനർജി കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ മാറ്റങ്ങളും അതിനെ വേരോടെ പിഴുന്നു കളഞ്ഞ് ഇനി അവിടുത്തെ ജനങ്ങൾക്ക് ഒരു മമതാ ബാനർജി ഉണ്ടായിരുന്നു, ഇത്രയും കാലം പശ്ചിമ ബംഗാളിൽ ഭരിച്ചിരുന്നു എന്നൊരു ഓർമ്മ അല്ലെങ്കിൽ ചിന്ത ഒന്നും തന്നെ അവിടെ ഉണ്ടാവാൻ പാടില്ല. മമതയുടെ പേര് പോലും അവിടെ അവശേഷിക്കാൻ പാടില്ല. മമത കൊണ്ടുവന്ന ഒരു പദ്ധതിയും ഇനി അവിടെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഒരു നീക്കമാണ് ഇപ്പോൾ സുവേന്ദു അധികാരി നടപ്പിലാക്കുന്നത്. അതായത് 15 വർഷം മമതാ ബാനർജി കൊണ്ടുവന്ന പദ്ധതികൾ അല്ലെങ്കിൽ മമതാ ബാനർജി അവിടെ കൊണ്ടുവന്ന ഓരോ ലോഗോകൾ, പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കിയ ഓരോ പദ്ധതികളുടെ പേരുകളെല്ലാം തന്നെ മാറ്റി മമതാ ബാനർജി ഇനി പശ്ചിമ ബംഗാളിലേക്ക് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു പേര് പശ്ചിമ ബംഗാളിൽ നിന്നും എന്നേക്കുമായി പുറത്തേക്ക് കളയാനുള്ള ഒരു നീക്കമാണ് ബി.ജെ.പി. സർക്കാർ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കുന്നത്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ലോഗോ അടക്കം ഒരു മാറ്റം ഇപ്പോൾ കൊണ്ടുവരുന്നത്.